സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ നന്ദൻ ചന്ദ്രോത്ത് ഉണ്ടെന്നുള്ള ആ ഒരു സംശയം തീർക്കാനായിട്ട് ചന്ദ്രോത്തേക്ക് വരാണ്. അവിടെ വന്നതും പ്രഭാവതി പറയുന്നുണ്ട് നന്ദനെ കാണാനില്ല എന്ന്. അതൊന്നും അരുന്ധതിക്ക് അങ്ങനെ വിശ്വാസമാവണില്ല. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ എല്ലാം സെർച്ച് ചെയ്തിട്ടേ പോവുള്ളൂ, നന്ദൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പം പ്രഭാവതിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമാവണില്ല. പ്രഭാവതി പറയുന്നുണ്ട് എന്നാൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് കയറി പരിശോധിക്കുക, നീ ആ സ്റ്റെപ്പ് വിട്ട് മേളിലേക്ക് കയറില്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇവിടെ പ്രശ്നം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കണേന്ന് ചോദിക്കുമ്പം അതല്ല മോളെ, ഈ അരുന്ധതി ഇവിടെ നന്ദനുണ്ടെന്നും പറഞ്ഞ് വന്നേക്കണേന്ന് പറയുമ്പം മേഡം ഞാൻ പറയണതൊന്ന് കേൾക്കുമെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് മേഡോ നീ എന്തിനാ എന്നെ അങ്ങനെ വിളിക്കണേന്ന് ചോദിക്കുമ്പം എന്നാൽ ഞാൻ മേഡം എന്ന് വിളിക്കണില്ല, എന്തായാലും മിസ് അരുന്ധതി എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. സമയത്ത് അരുന്ധതി ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട് അത് പറയാൻ നീ ആരാന്ന് ചോദിക്കുമ്പം അതറിയില്ലേ, ഞാനിവിടുത്തെ MLA, എന്ത് കാര്യത്തിലും ഇടപെടാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ടെന്ന്. ആ സമയത്ത് അരുന്ധതിയുടെ പത്തി ഒന്ന് താഴ്ന്നുണ്ടെങ്കിലും അരുന്ധതി വീണ്ടും പറയുന്നുണ്ട് നന്ദൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ നന്ദനെ മാറ്റി നിർത്തിയേക്കണേ, എന്തായാലും ഞാൻ നന്ദനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ പറയുമ്പം ഈ ദേവിക പറയുന്നുണ്ട് മേഡത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും, ഇവിടെ അമ്മയാണെങ്കിൽ നന്ദുവിനെ കാണാതെ ആകെ വിഷമിച്ച് നിൽക്കുക, എന്തായാലും മേഡത്തിന് ഇവിടെ പരിശോധിക്കണം എന്നല്ലേ പറയണേ, മേഡം പരിശോധിച്ചു. പിന്നെ നന്ദു ഋഷിയോട് ഒരു പാതകം ചെയ്തിട്ടുണ്ട്, അതിന് തക്കതായ ശിക്ഷ തന്നെ ഞങ്ങൾ നന്ദുവിന് വാങ്ങിക്കൊടുക്കും, ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല, ഞങ്ങൾ മേഡത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പം ഈ അരുന്ധതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് അരുന്ധതി നന്ദുവിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിപ്പോയിട്ട് എല്ലാ റൂമിലും നോക്കുന്നുണ്ട്. അവിടെ എങ്ങും നന്ദനെ കാണാതാവുമ്പം അരുന്ധതി ഇങ്ങനെ വിഷമത്തോടു കൂടിയാണ് ദേവികയുടെ മുന്നിൽ വന്ന് നിൽക്കണത്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട് എന്തായി മിസ് അരുന്ധതി, പരിശോധനയൊക്കെ കഴിഞ്ഞോ, നന്ദുവിനെ കിട്ടിയോ എന്ന്. ഇല്ല ഇവിടെയൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പം എന്നാൽ പിന്നെ താഴത്ത് 2-3 റൂമുണ്ട്, അതുപോലെ കിച്ചണും ബാത്റൂമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി പരിശോധിച്ചോ, കാര്യങ്ങൾ ഉറപ്പാവട്ടെ, ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് ഒരിക്കൽ കൂടി വരരുതെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് എൻ്റെ ഒരു വിഷമം കൊണ്ടാണ് ദേവിക ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്, എനിക്ക് നന്ദനെ കാണണം, നന്ദനെ കിട്ടിയേ പറ്റൂ, ഇനി പ്രഭാവതി എങ്ങാനും നന്ദനെ എവിടെയെങ്കിലും മാറ്റിയേക്കണയാണോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ, ഞങ്ങളും നന്ദുവിനെ തന്നെ അന്വേഷിക്കണേ, നന്ദുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ അരുന്ധതി ചോദിക്കുന്നുണ്ട് ഇനി ദേവികയും പ്രഭാവതിയും കൂടെ ചേർന്നിട്ട് നന്ദുവിനെ എവിടെയെങ്കിലും മാറ്റിയേക്കണയാണെന്ന് ചോദിക്കുമ്പം മേഡം ഇത് എന്തൊക്കെയാണ് പറയണേ, ഇനി മേഡം എന്ന് വിളിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഞാൻ അപ്പോഴത്തെ എൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പം എന്തായാലും കേസ് അതിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്ന് പറയുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കൊടുക്കാനാണോ നോക്കണേന്ന് ചോദിക്കുമ്പം അതെന്താ മേഡം അങ്ങനെ പറയണേ, മേഡത്തിനെ ഞങ്ങളെങ്ങനെ കൊടുക്കുമെന്നാണ് പറയണേ, അതെന്താ മേഡം ഇപ്പം ഞങ്ങൾ നേരായ രീതിക്കല്ലേ പോണേന്ന് ചോദിക്കുമ്പം അല്ല നിങ്ങളുടെ ഓരോ പെരുമാറ്റം കാണുമ്പം എനിക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യണ പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ദേവിക പറയുന്നുണ്ട് അതെന്താ മേഡം എന്തെങ്കിലും രഹസ്യമാക്കി വെക്കുന്നുണ്ടോ, അതോ മേഡം എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഈ അരുന്ധതിക്കാണെങ്കിൽ ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അരുന്ധതി അവിടുന്ന് പോകുമ്പം ദേവിക പിന്നാലെ തന്നെ വരുന്നുണ്ടെങ്കിലും അരുന്ധതി പ്രഭാവതിയോട് ഒന്നും പറയാതെ തന്നെ അവിടുന്ന് തിരിച്ചു പോകാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി ഓട്ടോറിക്ഷയിൽ വന്ന് ദേവികയുടെ വീട്ടിലോട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് വരുന്ന ശാരിക ഭാർഗവിയെ കണ്ടതും ഓ ഭാർഗവി ആൻറ്റിയാണോ, എന്താ ആൻറ്റിന്ന് ചോദിക്കുമ്പോൾ ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ, നിന്നെ കാണാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഒരു പരിഹാസത്തോടു കൂടി പറയുമ്പോൾ ഓ ഈ പെണ്ണുമുള്ള എൻ്റെ കയ്യിൽ നിന്ന് പണി മേടിച്ചിട്ട് പോകുമെന്ന് ഇങ്ങനെ ശാരിക മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭാർഗവി ആൻറ്റി MLA കാണാൻ വന്നതാണെന്ന് ചോദിക്കുമ്പം ഏത് MLA, എവിടുത്തെ MLA, ദേവിക ചന്ദ്രോത്ത നന്ദൻ്റെ ഭാര്യയല്ലേ, ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചന്ദ്രോത്ത് പോയി പറഞ്ഞോളാം, പിന്നെ ഇപ്പോൾ ആൻറ്റി കൂടി വന്നേ എന്താ വഴി തെറ്റി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ മാധവേട്ടനെ കാണാൻ വന്നതാണെന്ന് പറയണം. അന്നേരം ശാരിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛനകത്തുണ്ട് ആൻറ്റി അങ്ങോട്ട് ചെല്ലുന്ന. അങ്ങനെ അകത്ത് വന്നതും ഈ ഭാർഗവി ആണെങ്കിൽ മാധവനോട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മെയിനായിട്ട് ദേവികേനെയും ശാരികേനെയും കുറ്റപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ ഭാർഗവി വന്നിരിക്കുന്നത്. എന്നിട്ട് ഭാർഗവി ചോദിക്കുന്നുണ്ട് നന്ദമോനെ കാണാതായിട്ട് അതിൻ്റെ അന്വേഷണം ഒന്നും മുറക്കി നടക്കുന്നില്ലല്ലോ, ദേവികയ്ക്ക് എന്താ ഒരു തണുപ്പം മട്ടാലോ എന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട് ഇല്ല ഭാർഗവി അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്, ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിലും ദേവിക MLA അല്ലേ, MLAയുടെ ഭർത്താവിനെ കാണാതായ പോലീസ് നിമിഷങ്ങൾക്കകം അത് കണ്ടുപിടിക്കേണ്ടതല്ലേ, ഇതിപ്പോൾ അങ്ങനെയൊന്നും നടക്കണില്ല, പിന്നെ എനിക്ക് തോന്നണത് ദേവികയ്ക്ക് ഇതിൽ സങ്കടമൊന്നുമില്ല എന്നാൽ പഴയ കാര്യങ്ങളോർത്ത് നന്ദനോട് പ്രതികാരം ചെയ്യാൻ നടക്കുവാണെന്ന് ചോദിക്കുമ്പം ഈ ശാരിക പറയുന്നുണ്ട് ഭാർഗവി ആൻറ്റി എന്തൊക്കെയാണ് പറയണേ, അല്ല സാധാരണ ഭർത്താവിനെ കാണാതായ ഭാര്യ സങ്കടത്തോടു കൂടി എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുക ചെയ്യണേ, ഇതിപ്പോൾ ദേവിക ലോകകാര്യം മൊത്തം അന്വേഷിച്ച് നടക്കുമല്ലോ എന്ന് പറയുമ്പോൾ ശാരികയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ശാരിക പറയുന്നുണ്ട് ചേച്ചിക്ക് സങ്കടം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചേച്ചിയുടെ കാര്യമാണ്, എന്തായാലും അത് ചേച്ചിക്ക് അറിയുള്ളൂ, പിന്നെ അതെല്ലാം നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നന്ദേട്ടനെ കാണാതായതിന് അന്വേഷണം നടക്കുന്നുണ്ട്, പിന്നെ അതും പറഞ്ഞ് ഭാർഗവി ആൻറ്റി ചേച്ചീനെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട, ശരിക്കും പറഞ്ഞാൽ ഭാർഗവി ആൻറ്റി ഇപ്പോൾ വന്നത് അച്ഛനെ കാണാനൊന്നുമല്ല ചേച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ സമയത്ത്
സമയത്ത് ഈ ഭാർഗവിയും ശാരികയും തമ്മിൽ നല്ല വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട്. ആ സമയത്ത് രാധികയാണെങ്കിൽ ശാരികയെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഈ ഭാർഗവി പറയുന്നതിനെല്ലാം നല്ല ചുട്ട മറുപടി തന്നെ ശാരിക കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാരിക എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പം ഈ ഭാർഗവി പറയുന്നുണ്ട് നീ എവിടെ പോണേന്നൊക്കെ എനിക്ക് അറിയാടി, നീ ആരെ കാണാൻ പോണേന്ന് പറയാമെന്ന് പറയുമ്പം ഈ ശാരികയാണെങ്കിൽ ഭാർഗവിയുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയുന്നുണ്ട് അതിലിപ്പോൾ എന്താ ഇത്ര സംശയം, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോണതാണ്, ഇനിയിപ്പോൾ അതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഈ ശാരിക പോയി കഴിഞ്ഞതും ഭാർഗവി പറയുന്നുണ്ട് അവിടെ പ്രഭകുഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ്, എന്തായാലും നന്ദമോനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ദേവികയോട് പറയണം. കഴിഞ്ഞ ദിവസം പ്രഭകുഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു, പ്രഭകുഞ്ഞിന് സഹിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടെന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട് ദേവിക അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് പ്രഭാവതി, എത്രയും പെട്ടെന്ന് നന്ദനെക്കുറിച്ച് ഒരു വിവരം കിട്ടണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനോട് ഇസബല്ല പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട് എനിക്ക് തോന്നണേ ഇതിൽ വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാ. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് എന്തായാലും അരുന്ധതി മേഡം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പെർഫോം ചെയ്തു, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല, നന്ദന അവിടെ ഇല്ല, ഇനിയിപ്പോൾ ചന്ദ്രോത്തുള്ളവരെല്ലാവരും ചേർന്ന് നന്ദനെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയേക്കണയാണോ എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇനിയിപ്പോൾ ദേവികയുടെ പ്ലാനാന്ന് ചോദിക്കുമ്പോൾ അതും ആയിരിക്കില്ല ബെല്ല, എന്തോ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്, ഇനി ഈ നന്ദൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് ബെല്ല ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം, ഇനി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചൂടും സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാവും എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട് അതിന് നമുക്ക് ഇത്ര പണി കിട്ടാൻ എന്നാ ഉള്ളത്, നമ്മൾ നന്ദനോടൊരു കള്ളം പറഞ്ഞ് നന്ദനെ കുറച്ച് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ കൊലക്കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഈ സമയത്ത് നമ്മളുടെ ശാരികയാണെങ്കിൽ കെവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കെവിൻ ഇസബല്ലയുടെ അടുത്തായതുകൊണ്ട് ഫോൺ എടുത്തതും ഇസബല്ലയോട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് മാറി നിന്നിട്ട് ശാരികയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ശാരിക ചോദിക്കുന്നുണ്ട് കെവിൻ ചേട്ടൻ ഇത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദൂരെയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കെവിൻ ചേട്ടനെ ഒന്ന് കാണണം, കെവിൻ ചേട്ടന് ഇപ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം എന്താ അത്യാവശ്യം ശാരിക, പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വന്നേന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് നന്ദേട്ടൻ്റെ കാര്യം സംസാരിക്കാനെന്ന് പറയണു. അത് കേട്ടതും കെവിൻ വിചാരിക്കുന്നത് ഇനി നന്ദനെ കണ്ടു കിട്ടിയെന്നുള്ള കാര്യം എന്തെങ്കിലും പറയാൻ വേണ്ടി ശാരിക വിളിക്കണേയാണെങ്കിലോ എന്ന് വിചാരിച്ച് ശാരിക ഇപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ ഇട്ടതാ ഞാനിപ്പോൾ തന്നെ എത്താമെന്ന് പറയണു. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, എന്തായാലും കെവിൻ ചേട്ടൻ അരമണിക്കൂറിനുള്ളിൽ എത്തൂലോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയണു. അങ്ങനെ കെവിൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഇസബല്ലയോട് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ബെല്ല ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു ഫ്രണ്ടിനെ കാണണം എന്ന് പറയുമ്പോൾ ഏത് ഫ്രണ്ടിനെയാടാ, പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ കാണണം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ബെല്ല, ഞാൻ പോയി വന്നിട്ട് വിവരങ്ങൾ പറയാം, ഞാനിപ്പോൾ പോട്ടെ എന്ന് പറയുമ്പം എന്നാൽ നീ പോയിക്കോ ഞാനിവിടെ കോഫി ഷോപ്പിലുണ്ടാവുമെന്നും പറഞ്ഞ് ബെല്ല അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ DYSP കുരുവിളയുടെ അടുത്തേക്ക് ഈ ഹരിയങ്കിൾ വരാണ്. ഹരിയങ്കിൾ വന്നതും കുരുവിളയ്ക്കാണെങ്കിൽ ആകെ സംശയം തോന്നുന്നുണ്ട്, ഇയാൾ എന്തിനായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഇനി എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് സാറേ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇരിക്കാൻ സീറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നത് ഹരിവക്കീലാണെങ്കിൽ കുരുവിളയെ മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് കുരുവിളയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്, ഇയാളിപ്പോൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്, ഇനി എന്നെ പരീക്ഷിക്കാനായിരിക്കുമോ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഹരിവക്കീൽ ചോദിക്കുന്നുണ്ട് സാറെന്താ ആലോചിക്കണേ, അന്വേഷണം എവിടം വരെ ആയി എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കുരുവിള ചോദിക്കുന്നുണ്ട് ഏത് അന്വേഷണത്തിൻ്റെ കാര്യം സാർ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ അല്ല MLA ദേവികയുടെ ഭർത്താവ് നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടെ ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ അന്വേഷണം എന്തായെന്നാണ് ചോദിക്കണേന്ന് ചോദിക്കുമ്പോൾ കുരുവിള പറയുന്നുണ്ട് അത് നടക്കുന്നുണ്ട് സാർ, എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അധികം വൈകാതെ തന്നെ കണ്ടെത്തുമെന്ന് പറയുന്നു. ആ സമയത്ത് ഈ ഹരിയങ്കിൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, എത്രയും പെട്ടെന്ന് അതിനൊരു തുമ്പുണ്ടാവണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, നിങ്ങളാണെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരിവക്കീലിൻ്റെ പെരുമാറ്റത്തിൽ ഈ കുരുവിളയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്നിട്ട് കുരുവിള ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം, ഇതൊക്കെ ഇയാളുടെ നാടകമാണെന്നാണ് തോന്നണത്. ആ സമയത്ത് വക്കീൽ ചോദിക്കുന്നുണ്ട് സാർ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ അന്വേഷണത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോൾ നന്ദൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പോൾ കുരുവിള പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് കണ്ടെത്താമെന്ന് പറയുമ്പോൾ ഹരിവക്കീൽ പറയുന്നുണ്ട് നന്ദൻ്റെ ജീവന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് മതി, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തി തരണം, ഇതെൻ്റെ ഒരു അപേക്ഷയാണെന്നും പറഞ്ഞുകൊണ്ട് ഹരിവക്കീൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോത്തേക്ക് നമ്മളുടെ ഗിരീഷിനും രജനിയും കൂടി വരാണ്. അങ്ങനെ രജനി കാറിൽ നിന്ന് ഇറങ്ങിയതും ഗിരീശൻ രജനിയോട് പറയുന്നുണ്ട് രജനി നീ അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ അവിടെ ചെന്ന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ രജനി ഗിരീഷിനോട് ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ആളാണ്, അവിടെ ചെന്ന് എന്തൊക്കെ പറയണമെന്നും പെരുമാറണമെന്നും എനിക്കറിയാം, ഗിരി കൂടുതൽ എന്നെ ഉപദേശിക്കുകയൊന്നും വേണ്ടാന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത്
സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതോടുകൂടി ഈ രജനിയാണെങ്കിൽ അച്ഛാന്നും പറഞ്ഞ് ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് സിദ്ധാർത്ഥൻ രജനിയുടെ വിളി കേട്ട് തല ഉയർത്തി നോക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും രജനിയും പ്രഭാവതിയും കൂടെ ചേർന്ന് നമ്മളുടെ ദേവികയെ സിദ്ധാർത്ഥൻ്റെയും നിരീഷിൻ്റെയും മുന്നിൽ മോശക്കാരാകുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.